കോൺഗ്രസിൽ ന്യൂനപക്ഷ നേതാക്കൾ കുറയുന്ന വിമർശനം ഇന്നും ആവർത്തിക്കുന്നുണ്ട് കോടിയേരി. മുഹമ്മദ് റിയാസിനെ മുന്നിൽ നിർത്തിയാണ് മുരളീധരൻ തിരിച്ചടിക്കുന്നത്. അതിനിടയിലാണ് ബി.ജെ.പി. വോട്ട് വേണമെങ്കിൽ ബി.ജെ.പി. നേതാക്കളെ കാണാം എന്ന ലീഗ് ജനറൽ സെക്രട്ടറി PM സലാമിന്റെ ശബ്ദരേഖയും പുറത്തുവരുന്നത് ആലങ്കാരികമാണെന്ന് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കലുഷിതമാവുകയാണോ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയം? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ N. ഷംസുദ്ദീൻ MLA, ശ്രീ P. ജയരാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ, RSS സഹയാത്രികൻ ശ്രീ EN. നന്ദകുമാർ എന്നിവരാണ് ചർച്ചയിൽ ചെയ്യുന്നത്. ആദ്യം ഞാൻ ശ്രീ ഷംസുദ്ദീനിലേക്ക് പോകുന്നു. ഷംസുദ്ദീൻ, കഴിഞ്ഞ 3 ദിവസമായി ഈ പറയുന്ന മത സാമുദായിക ചർച്ചകളാൽ, ജീർണിതമായ ചർച്ചകളാൽ ചാർജിലാണ് സംസ്ഥാന രാഷ്ട്രീയം. അതിനിടയിലേക്കാണ് ഇന്ന് ശബ്ദരേഖ വരുന്നത്. ഈ അതേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന കോടിയേരി പറഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ന്യൂനപക്ഷ വേട്ടക്കാരെന്ന് നിങ്ങൾ ആരോപിക്കുന്ന ബി.ജെ.പിയുടെ വോട്ട് വേണം, ബി.ജെ.പി. നേതാക്കളെ വേണമെങ്കിൽ പോയി കാണാം എന്ന PM സലാമിൻ്റെ ശബ്ദരേഖ പുറത്തു വരുന്നത്. ഈ 2 സാഹചര്യങ്ങൾ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഷംസുദ്ദീൻ? അല്ല, ഇവിടെ കോടിയേരിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് അത് ഒരു വർഗീയ കാർഡ് പുതുതായിട്ട് കോടിയേരി രംഗത്ത് കൊണ്ടുവരികയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പാഷാണം വർക്കിയുടെ ഒരു പരിപാടി, ഇത് തരാതരം പോലെ പാഷാണം വർക്കി ചെയ്യുന്നത് ഹിന്ദു വീടുകളിൽ പോകുമ്പോൾ കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വീടുകളിൽ പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും കാണിക്കുന്ന ആ ഒരു ട്രിപ്പീസ്, ആ ഒരു തന്ത്രം, അത് എല്ലാ കാലത്തും CPM ചെയ്തിട്ടുണ്ട്. തരാതരം പോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ഉത്തേജിപ്പിക്കാൻ, പ്രകോപിപ്പിക്കാൻ ഒക്കെ CPM ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതുവരെ എന്തായിരുന്നു പ്രശ്നം? UDF-ന് ന്യൂനപക്ഷ മേധാവിത്വം കൂടിപ്പോയി എന്നതായിരുന്നു കോടിയേരിയുടെ പ്രശ്നം. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോടിയേരി തന്നെ പറഞ്ഞത് 3 കൂകളാണ് കേരളം ഭരിക്കുന്നത്. ആരാ കൂ? ഒന്ന് കുഞ്ഞുഞ്ഞ്, ഒന്ന് കുഞ്ഞാപ്പ, ഒന്ന് കുഞ്ഞുമാണി. അതായത് വളരെ കൃത്യമായി ഭൂരിപക്ഷ സമൂഹത്തിനുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് ഇവിടെ റോളൊന്നുമില്ല, ഇവിടെ ഇവരാണ് കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു ഈ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇടതുപക്ഷത്തിനെതിരായ ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ, എന്നും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നവരാണ് അവർ, ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ UDF-ൻ്റെ കൺവീനർ അന്ന് അസ്സനാണ്. UDF-ൻ്റെ കൺവീനറെ നേതാവായിട്ട് ആരും അങ്ങനെ ചൂണ്ടിക്കാണിക്കാറില്ല, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ KPCC പ്രസിഡന്റ്. പക്ഷേ ബോധപൂർവം ഇതേ ഇടതുപക്ഷം പറഞ്ഞു, ഇതേ CPM പറഞ്ഞു അസ്സൻ അമീറും കുഞ്ഞാലിക്കുട്ടിയും കൂടി കേരളം ഭരിക്കാൻ പോവാണ്. അപ്പോൾ തരാതരം പോലെ അന്നത്തെ പ്രശ്നം ഇതായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ മേധാവിത്വമാണ് UDF-ന്. അതുപോലെ കേരളത്തിൽ 27 സീറ്റിൽ മത്സരിച്ച ലീഗ് മുഖ്യമന്ത്രിയാവുമെന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തരാതരം പോലെ പ്രചരിപ്പിക്കുന്ന ഒന്ന്. ഇപ്പം എന്താ പറഞ്ഞത്? ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങളില്ല എന്ന്. എവിടെയാണ് ഇല്ലാത്തത്? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ മതക്കാരായി പോയി. PM സലാമിന്റെ ശബ്ദരേഖയെക്കുറിച്ച് കൂടി പ്രതികരിച്ച് പോകാമോ? PM സലാം പറയുന്നു ബി.ജെ.പി. വോട്ട് വേണം, അതിന് വേണമെങ്കിൽ ബി.ജെ.പി. നേതാക്കളുടെ വീട്ടിൽ പോകാം എന്ന് പറയുന്നതിനെ കൂടി അങ്ങ് വിശദീകരിക്കാമോ? നമുക്ക് ഈ വിഷയം കൂടി ഉറപ്പായും നമ്മൾ ചർച്ചയുടെ ഭാഗമാകും. അങ്ങനെയാണല്ലോ, രണ്ടും ഇന്റർ കണക്റ്റഡ് വിഷയമായതുകൊണ്ട്. ഷംസുദ്ദീൻ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് മുമ്പും ഇതുപോലത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരു സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ നേതാക്കന്മാരൊന്നും കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത് ജാതി മതം നോക്കിയിട്ടല്ല, ആളുകളുടെ സീനിയോറിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ്. അവർക്ക് അതിൻ്റേതായ മെക്കാനിസമുണ്ട്, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. എന്നിട്ട് പോലും വളരെ മോശപ്പെട്ട പണിയാണ് കോടിയേരി ചെയ്തത്. പിന്നെ സലാം സാഹിബിൻ്റെ പ്രസ്താവനയെക്കുറിച്ച്, അത് ഒരു ക്ലിപ്പാണ്, ഒരു വോയിസ് ക്ലിപ്പാണ്. ആ ക്ലിപ്പിൻ്റെ വെറും BJP എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. അവിടെ എന്താ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. ഒരു ബൂത്തിലെ യോഗത്തിന് ഈ സലാം സാഹിബ് പോയതിനെക്കുറിച്ചാണ് അയാൾ ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെ ഞങ്ങളറിയാതെ അവിടെ പോവുക? അതായത് ഇയാൾ പഞ്ചായത്ത് മണ്ഡലം നേതാക്കന്മാരറിയാതെ നേരിട്ട് ബൂത്തിൽ ആളെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ബൂത്തിൽ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരെ കാണണം, അവരോട് UDF-ന് വോട്ട് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇദ്ദേഹം പറയുന്നത്, PM സലാം പറയുന്നത്, ഇത് തെരഞ്ഞെടുപ്പാണ്, വോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആരുടെ വോട്ട് കിട്ടിയാലും വാങ്ങണം. അപ്പോൾ BJP-കാരാണോ RSS-കാരാണോ അല്ലെങ്കിൽ മറ്റ് CPM-കാരാണോ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടാവും. അങ്ങനെ വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരുടെ വോട്ട് ചോദിക്കാൻ ഞാൻ വേണമെങ്കിൽ വരാം
എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒഴിച്ചാൽ CPM-കാരുടെ ഒന്നും പറയുന്നില്ല. അതിലുള്ള അദ്ദേഹം ആ specific- വേർഡ്സിലൊന്നും അങ്ങ് പറഞ്ഞ ഒക്കെ ശരിയാണ്. അങ്ങ് പറഞ്ഞ ഒക്കെ ഇത് ശരിയാണ്. RSS-ഉമായിട്ടുള്ള 18 മിനിറ്റ് നീളുന്ന ഒരു ശബ്ദരേഖയാണത്. അതിനകത്തൊരു ഭാഗം മാത്രമാണ് BJP. പക്ഷേ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നെങ്കിൽ BJP-യുടെ പേര് മാത്രമാണ് സർ പറയുന്നത്. അത് ആലങ്കാരികമെന്ന് പറഞ്ഞാൽ അത് മറുപടിയാകുമോ? ആ ക്ലിപ്പിലെ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരികെത്താം. നമുക്ക് വോട്ടാ വേണ്ടത്. അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം. അതിന് നമ്മുടെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ നമുക്കാണ്. BJP-ക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ BJP-ക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാ. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഏൽപ്പിക്കണം. നമുക്ക് അങ്ങനല്ല. ശ്രീ എൻ ഷംസുദ്ദീൻ, BJP-ക്കാരുമായി സംസാരിക്കുമെന്ന ഒരു ആലങ്കാരിക പ്രയോഗം എന്നതും ആ ശബ്ദസന്ദേശത്തിൽ വ്യക്തമാണ്. BJP-യെ മറ്റേതെങ്കിലും സംഘടനയെ കണ്ടുവന്നോ സംസാരിച്ചിട്ടുണ്ടെന്നോ ആ സംസാരത്തെ പരാമർശിക്കുന്നതിൽ അതൊക്കെ PMA സലാം വിശദീകരിക്കുന്നത്. പക്ഷേ PMA സലാം പോലൊരു വ്യക്തി ബാബരി മസ്ജിദ് ധ്വംസന കാലത്ത് ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ കൂടെ പോയി ആ പാർട്ടിയുടെ സംസ്ഥാന നേതാവായി തിരികെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിയ പ്രത്യേകിച്ച് PMA സലാം പറയാൻ പാടുള്ളതാണോ? അത് ലീഗിന്റെ നിലപാട് തന്നെയാണോ? ആവശ്യമെങ്കിൽ BJP-യുടെ വോട്ടും ഞങ്ങൾക്ക് വാങ്ങാം, ആവശ്യമെങ്കിൽ BJP നേതാക്കളെ വീട്ടിൽ പോയി കാണാമെന്നത്? അല്ല, BJP-യുടെ വോട്ട് വാങ്ങാമെന്നല്ല പറയുന്നത്. ഈ UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യുന്നില്ലേ? ഇടതുപക്ഷക്കാർ UDF-ന് വോട്ട് ചെയ്യുന്നില്ലേ? UDF-കാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അതൊക്കെ എന്താ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണ്. ഓരോ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ആ വോട്ടുകൾ സമാഹരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നിലക്ക് UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ടെങ്കിലും അവരെ പോയി കാണാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിട്ടുണ്ടല്ലോ, EMS-ന്റെ നിലപാട് അല്ല. ഞാൻ പറയട്ടെ, EMS-ന്റെ നിലപാട് ഞങ്ങൾക്കില്ല. BJP-യുടെ വോട്ട് ആവശ്യമെങ്കിൽ വാങ്ങാം, അതിന് അവരുടെ വീട്ടിൽ പോയി കാണാമെന്നുള്ളത് ലീഗിന്റെ ഔദ്യോഗിക നിലപാടാണോ ശ്രീ എൻ ഷംസുദ്ദീൻ? അല്ല, BJP-യുടെ വോട്ട് വാങ്ങാൻ BJP നേതാക്കളുടെ അടുത്തേക്കല്ല പോകുന്നത്. BJP-യുമായിട്ടൊരു ധാരണയെക്കുറിച്ചുമല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് BJP-യോ കമ്മ്യൂണിസ്റ്റോ ആരായാലും നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ട്, അവരോട് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആ ശബ്ദരേഖ മൊത്തം വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. ആ ശബ്ദരേഖ മൊത്തം വേണമെങ്കിൽ അതിനകത്ത് CPM-ഓ LDF-ഓ ഞാൻ പറയാം. അതില് BJP-യെ കുറിച്ച് പറഞ്ഞാൽ എന്താ വെച്ചാൽ BJP-യുടെ വോട്ട് വേണമെങ്കിൽ അത് വാങ്ങാം, BJP നേതാക്കളുടെ വീട്ടിൽ പോകാം, വോട്ടിനായി BJP നേതാക്കളുടെ വീട്ടിൽ പോകാം എന്നുള്ളത് ലീഗിന്റെ ഔദ്യോഗിക നിലപാടാണോ? BJP നേതാക്കളുടെ എന്ന് പറഞ്ഞിട്ടില്ല. BJP നേതാവിന്റെ പോട്ടെ, BJP നേതാവിന്റെ വീട്ടിൽ പോകാം അല്ല ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ല. UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരുടെ ഒക്കെ വോട്ട് നമുക്ക് വേണം. UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള BJP അനുഭാവികൾ ഉണ്ടെങ്കിൽ അവരോട് വോട്ട് ചോദിക്കാന്നേ അതിന് അർത്ഥമുള്ളൂ. BJP നേതാവിന്റെ വീട്ടിൽ നമ്മളെല്ലാവരോടും വോട്ട് ചോദിക്കാറില്ലേ? പിണറായി പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ RSS-കാരോട് വോട്ട് ചോദിക്കും, RSS-കാരോട് വോട്ട് ചോദിക്കും. വോട്ട് ആരൊക്കെ ചെയ്യും ഞങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. EMS-ന്റെ പഴയ നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പിണറായി പറഞ്ഞിട്ടില്ലേ? RSS-ന്റെ വോട്ട് വേണമെന്ന് കഴിഞ്ഞ നിയമസഭാ ഓരോ തെരഞ്ഞെടുപ്പിലും അവരങ്ങനെ പറയാറുണ്ട്. പിണറായിയുടെ അഭിമുഖം ഞാനിതാ എൻ്റെ അടുത്തുണ്ട്, ഞാൻ പറയാം. പിണറായി പറഞ്ഞിട്ടുണ്ട് മുമ്പ് EMS പറഞ്ഞ നിലപാട് ഞങ്ങൾക്കില്ല, അണികൾ വോട്ട് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ വാങ്ങും. അതിനൊരു രാഷ്ട്രീയ ധാരണയല്ല. ഇവിടെ PMA സലാം BJP-ആയിട്ടൊരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി പരസ്പരം വോട്ട് കൈമാറുക ഒന്നിനെക്കുറിച്ചല്ല പറയുന്നത്. തൻ്റെ പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തണം, ആരുടെ വോട്ടും വാങ്ങി നമ്മളെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണം, നമുക്ക് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കണം. അതൊരു തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നല്ലേ. ഇവിടെ വേറൊരു ക്ലിപ്പ് ഞാൻ കാണിക്കാം. നിലമ്പൂരിലെ PV അൻവറിൻ്റെ ക്ലിപ്പ്. കൃത്യമായിട്ട് അൻവർ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഒരു ബൂത്ത് യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറേ ബാക്കിയുള്ളൂ, നിങ്ങൾ RSS-കാരൻ്റെ വീട്ടിൽ പോകണം, നിങ്ങൾ അത് RSS-കാരൻ്റെ വീടാണിച്ചിട്ട് പോവാതിരിക്കരുത്, അപ്പുറത്ത് ലീഗുകാരന്റെ വീടുണ്ടാവും, ആ വീട്ടിൽ നിങ്ങൾ പോകണം, അവിടെ നിങ്ങൾ പോവാതിരിക്കരുത്. പാർട്ടി ഭേദമന്യേ വോട്ടിനൊരു മൂല്യമുണ്ട് ജനാധിപത്യത്തിൽ എന്നത് മറക്കുന്നില്ല. പക്ഷേ UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള BJP നേതാവിന്റെ വീട്ടിലേക്ക് പോയി വോട്ട് ചോദിക്കൂ എന്ന് നിങ്ങളുടെ PMA സലാം പറയുമ്പോഴാണല്ലോ ഇത് പ്രശ്നം. അത് ആലങ്കാരികമായി പറയുമ്പോഴാണല്ലോ പ്രശ്നം. അതൊരു രാഷ്ട്രീയ BJP നേതാവിന്റെ എന്ന് പറയുന്നില്ല, BJP-കാരോടും ഉണ്ട് പറയുന്നുണ്ട്. ആ BJP-കാരോടും വോട്ട് ചോദിക്കാൻ വേണമെങ്കിൽ ഞാൻ വരാനാ പറയുന്നത്. ആ ക്ലിപ്പിലേക്ക് ഒന്നുകൂടെ പോണോ? ആ ക്ലിപ്പ് വളരെ ക്ലിയർ ആണ്. എവിടെ BJP നേതാവ് എന്ന് പറയുന്നത്? ഉണ്ട്. BJP നേതാവ് എന്ന് പറയുന്നില്ല. ആ ക്ലിപ്പ് ഒന്നുകൂടെ പ്ലേ ചെയ്യൂ. ഇല്ല, ഉണ്ടെന്നേ കേൾപ്പിച്ചോളൂ. ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു ബൂത്ത് കമ്മിറ്റി നമുക്ക് വോട്ടാ വേണ്ടത്. അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം. അതിന് നമ്മുടെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ നമുക്കാണ്. BJP-ക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ BJP-ക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാ. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഏൽപ്പിക്കണം. നമുക്ക് അങ്ങനല്ല. നേതാവിന് എവിടെ പറയുന്നത്?
ശരി, ബി ജെ പിക്കാരനെ വീട്ടിൽ പോയി കാണുമോ? ബി ജെ പി പ്രവർത്തകൻ, ശരി, നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല, ബി ജെ പിന്റെ എല്ലാവരും ഒരു ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ ലീഗിന് വോട്ട് വേണം എന്ന് പറഞ്ഞ് പോയി കാണും. നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന അയാൾ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അയാളോട് വോട്ട് ചോദിക്കാലോ. അല്ല, അങ്ങനെയെങ്കിൽ പി എം എസ് അങ്ങനെ പറഞ്ഞാൽ പോലെ ആലങ്കാരികമായി പറഞ്ഞു എന്നുള്ള നിലക്ക് ആലങ്കാരികമായി പറഞ്ഞു എന്നുള്ളത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ബി ജെ പിയോട് ഒരു ബന്ധമില്ല. അല്ല, ഒരു പാർട്ടി നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ എല്ലാവരോടും വോട്ട് ചോദിക്കും. ഒരു പാർട്ടി ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവരാണ്. വോട്ടർമാരെ കാണുന്ന സമയത്ത് അയാളുടെ രാഷ്ട്രീയമല്ല നോക്കുക, സഹായിക്കണേ, വോട്ട് ചെയ്യണേ എന്നെല്ലാവരോടും പറയും. പിന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു രീതിയുണ്ട്, രണ്ട് പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വോട്ട് ചോദിക്കുക. അവിടെയാണ് വ്യത്യാസം. അങ്ങനെയുള്ളൊരു പണി ചെയ്യുമെന്നോ ചെയ്യണമെന്നോ സലാം സാഹിബ് ഇതിൽ പറഞ്ഞിട്ടില്ല. ആരോടും നമ്മൾ വോട്ട് ചോദിക്കണം. അവിടെ അവരുടെ ഇപ്പോഴത്തെ മനോഗതി എന്താണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ പ്രഖ്യാപിത RSS ആവും, അല്ലെങ്കിൽ പ്രഖ്യാപിത CPM ആയിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അയാളുടെ നിലപാട് വേറെ ആയിരിക്കും. ഇപ്പോൾ ശബരിമലയുടെ സമയത്ത് എത്ര CPM-കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു? അതുകൊണ്ടല്ലേ ഞങ്ങൾ കേരളത്തിൽ 19 സീറ്റ് ജയിച്ചത്. പാലക്കാടും ആലത്തൂരും കാസർകോട്ടൊക്കെ UDF ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് കിട്ടിയിട്ടില്ലേ? അപ്പോൾ അവരോട് ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വങ്കത്വല്ലേ? എന്നതുപോലെ ആര് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അത് സമാഹരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അല്ലാതെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കോ അവിശുദ്ധമായ ബന്ധങ്ങൾക്കോ അതാണ് നിലപാടെങ്കിൽ ആ പറഞ്ഞത് ആലങ്കാരികം മാത്രമാണെന്ന് PMS പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് നിലപാടെങ്കിൽ അങ്ങ് പറയുന്നതാണ് അങ്ങയുടെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെങ്കിൽ ബിജെപിയുടെ വോട്ട് വേണമെന്ന് ആലങ്കാരികമായ നിലപാട് ഏത് വോട്ടും സമാഹരിക്കണം. ഈ ആലങ്കാരികമായ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ പ്രശ്നമില്ലേ? ഞങ്ങൾക്ക് ഏറ്റവും നിഷിദ്ധമായ ഞങ്ങളുടെ ഏറ്റവും ശക്തമായ വിരോധികൾ അപ്പുറത്ത് നിൽക്കുന്നവർ, അതാണ് BJP. ആ BJP-യിൽ പെട്ടവർ പോലും നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതും വാങ്ങണമെന്നേ പറഞ്ഞോളൂ. ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്ന് പണ്ട് കേൾക്കുന്ന പഴഞ്ചൊല്ലല്ലേ? അത് ഇക്കാലത്ത് പറയാൻ കഴിയില്ല, ഉപയോഗിക്കില്ല. കാര്യം എന്താണ്? പ്രത്യേകിച്ച് ജാതി കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമുണ്ടില്ല. വേണമെങ്കിൽ പുള്ളിപ്പുലിയുടെ പുള്ളി പുല്ലിൽ തേച്ചാൽ പോവില്ല എന്ന് മറ്റോ ആ പഴഞ്ചൊല്ലിനെ. അപ്പോൾ ഒരു ബോധ്യത്തിന്റെ പുറത്തല്ലേ നമ്മൾ പ്രയോഗങ്ങൾ നടത്തുക? ആലങ്കാരികമായി നടത്തുന്ന ബോധ്യത്തിൽ പോലും ആ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് PMS മറ്റ് പാർട്ടികളുടെ പേരൊന്നും പറയാതെ നിങ്ങൾ ഈ പറഞ്ഞ ഏറ്റവും വലിയ എതിരാളികൾ, ഏറ്റവും വലിയ വൈരികളെന്ന് നിങ്ങൾ കരുതുന്ന BJP-യുടെ പേര് മാത്രം എടുത്തു പറയുന്നത്? അതല്ലേ വളരെ ക്ലിയർ. അതായത് അവരുടെ കൂട്ടത്തിൽ നിന്ന് പോലും നമുക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറുണ്ടെങ്കിൽ, അവിടെ തയ്യാറുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. തയ്യാറുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങണം. അപ്പം ഞാൻ വരാമെന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രവർത്തകന്മാരൊന്ന് ഉഷാറാക്കാൻ വേണ്ടി പറയുന്ന എല്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൂത്തിൽ പോയിട്ട് വോട്ട് വയ്ക്കുമോ? അതല്ല. അവിടെ കോഴിക്കോട് 2 സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, പോരായ്മകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. അവിടെ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പരാജയത്തിലേക്ക് വഴിവെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ, അതാണ് ഏറ്റവും വലിയ തോന്നിവാസം. ഒരു പാർട്ടിക്കാരനെന്ന് പറഞ്ഞിട്ട് ഒരുത്തം ഫോൺ ചെയ്തിട്ട് അവനോട് പറഞ്ഞ ക്ലിപ്പാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. അല്ലാതെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റോ ഇതൊരു പ്രസംഗമോ ഇത് മറ്റാരെങ്കിലും കേൾക്കാൻ വേണ്ടി പറഞ്ഞതോ ഒന്നുമല്ല. എന്നാൽ പോലും അതിൽ അദ്ദേഹം വേണ്ട ജാഗ്രത കാണിച്ചിട്ടുണ്ട്. ഈ BJP-ക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീമായിട്ട് നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് പോലും ആരെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ആ വോട്ടും നമുക്ക് വാങ്ങാനാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനോ ഒന്നും ആരും പോയിട്ടില്ല. BJP വോട്ടിന് വേണ്ടി നീക്കം നടത്തുന്നത് പാർട്ടി നിലപാടല്ല എന്ന് KP മജീദ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ എൻ ശംസുദ്ദീൻ, ശ്രീ P ജയരാജൻ ഈ പറയുന്നത് സത്യമാണ്. ഒരു നീളമുള്ളൊരു ശബ്ദരേഖയാണ്. ഒരു മേഖലയിൽ ഒരു വിമത ഭാഗം അവിടെ പാർട്ടി യോഗം നടത്തുന്നു. അതിൽ PMS പോകുന്നു. ഈ പറയുന്ന ഉസ്മാൻ പച്ചയിൽ എന്നയാൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് KP മജീദിനെ. അതിൽ KP മജീദ് പറയുന്നുണ്ട്, അവർ വിമതരാണെങ്കിൽ 10-200 പേരുണ്ട്, അവരുടെ വോട്ട് നമുക്ക് വേണം, എല്ലാ വോട്ടും നമുക്ക് വേണം, BJP വോട്ട് നമുക്ക് വേണം, ഇനി അവരുടെ പ്രവർത്തകരെ വീട്ടിൽ പോയി കാണാൻ അങ്ങനെയും വേണം, എല്ലാ വോട്ടും വേണം വിജയിക്കാൻ ക്രൂഷ്യൽ സാഹചര്യത്തിൽ എന്ന ഒരു ലളിതയുക്തി മാത്രമേ ഈ പറയുന്ന ഫോൺ സന്ദേശത്തിലുള്ളോ? ശ്രീ P ജയരാജൻ, ഇവിടെ ഹാഷ്മി മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ആദർശം ഉപേക്ഷിച്ചുകൊണ്ടുള്ള കച്ചവടത്തിൻ്റെ കൃത്യമായിട്ടുള്ള അനാവരണമാണ് താങ്കൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ശബ്ദരേഖ. അതിനകത്ത് നിങ്ങൾ ഊന്നി ശംസുദ്ദീനോട് ചോദിക്കുന്നത്
ഈ ബി ജെ പിക്കാർ അവരുമായിട്ടുള്ള ചർച്ചയെ തുടർന്നാണ്. പക്ഷേ ആദ്യത്തെ വാചകങ്ങളുണ്ടല്ലോ, യൂണിറ്റ് കമ്മിറ്റി അറിഞ്ഞോ, ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ, മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് ബി ജെ പിയുടെ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഈ വോയിസ് ക്ലിപ്പിംഗ്? നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ. അതായത് ഒരു ലീഗുകാരൻ എന്തോ ഒരു എതിർപ്പ് പറഞ്ഞപ്പോൾ അത് ഇപ്പം ഞങ്ങൾ നേരിട്ട് പലരുടെയും വോട്ട് വാങ്ങും, യൂണിറ്റ് കമ്മിറ്റി അറിയേണ്ട ആവശ്യമില്ല, ബൂത്ത് കമ്മിറ്റി അറിയേണ്ട ആവശ്യമില്ല, താഴെ കമ്മിറ്റി അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നേതാക്കന്മാർ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കച്ചവടം ചെയ്യും എന്നതാണ് ഈ ഫോൺ ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കേൾപ്പിച്ച ഭാഗത്തിലൂടെ എല്ലാവർക്കും ബോധ്യമാവുന്നൊരു യാഥാർത്ഥ്യം. അതിനെ മറച്ചു വെക്കാൻ വേണ്ടി ഷംസുദ്ദീനെ ഉരുണ്ട് കളിക്കുകയാണല്ലോ. ഞങ്ങൾ ബി ജെ പിക്കാരുടെ വോട്ടൊന്നും മേടിക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? 91 തെരഞ്ഞെടുപ്പിൽ, അതായത് 30 കൊല്ലം മുമ്പ് കൃത്യമായിട്ട് കോലീബി സഖ്യം കേരളത്തിൽ ഉണ്ടാക്കിയല്ലോ. ആ സഖ്യത്തിൻ്റെ ഘട്ടത്തിൽ ലീഗിൻ്റെ നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ? അന്ന് മഞ്ചേശ്വരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള KG മാരാർ, പിന്നീട് അദ്ദേഹം അന്തരിച്ച അവസരത്തിൽ ജന്മഭൂമിയിലെ കുഞ്ഞിക്കണ്ണൻ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ടല്ലോ, KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം. അതിനകത്തൊരു അധ്യായമുണ്ട് മിസ്റ്റർ ശംസുദ്ദീൻ. അത് ഈ നാട്ടിലെ പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അധ്യായത്തിൻ്റെ പേരെന്താണെന്നറിയോ? പാഴായ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ലീഗ് നേതാക്കന്മാർക്ക് പങ്കാളിത്തമില്ല എന്ന് നിഷേധിച്ചു പറയാൻ, ഉറപ്പിച്ചു പറയാൻ ഞാൻ ശംസുദ്ദീനെ വെല്ലുവിളിക്കുകയാണ്. ആ പാഴായ പരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചതെന്നറിയോ? ലീഗും ബി ജെ പിയും തമ്മിൽ അടുക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു ആദ്യം ചിലർക്ക്. എന്നാൽ ലീഗ് നേതാക്കന്മാരും ബി ജെ പി പ്രതിനിധികളും നിരവധി തവണ ചർച്ച നടത്തി മറ്റ് കക്ഷികളേക്കാൾ സഹകരണാത്മക സമീപനം അവരിലുണ്ടായി. അത് ലീഗിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ലീഗിൻ്റെ ശൈലിയുടെ ഭാഗമാണ്. നിങ്ങൾ എന്തും കച്ചവടം ചെയ്യും, കച്ചവടം ചെയ്യുക എന്നുള്ള ആദർശമല്ലാതെ നിങ്ങൾക്ക് എന്ത് ന്യൂനപക്ഷ സംരക്ഷണം? ഇവിടെ ആ പുസ്തകത്തിൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. പരമ്പരാഗത വൈരം പോലും മറന്ന് നിശ്ചിത ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ ബി ജെ പി പ്രവർത്തിച്ചു കേട്ടോ. തീരുമാനമനുസരിച്ച് നിങ്ങളുടെ കൂടെ പദ്ധതി ഉണ്ടല്ലോ. മുനീർ അടക്കം പങ്കെടുത്ത കോഴിക്കോട്ടെ ചർച്ചയിലെടുത്ത തീരുമാനം, തിരുവനന്തപുരത്തെടുത്ത ചർച്ചയുടെ തീരുമാനം, എറണാകുളത്തെടുത്ത ചർച്ചയുടെ തീരുമാനം, അതൊക്കെ അതിനകത്ത് വിശദമായി പറയുന്നുണ്ട്. അതിൻ്റെ തീരുമാനമനുസരിച്ച് ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ ബി ജെ പി പ്രവർത്തിച്ചു. ബേപ്പൂരിൽ ലീഗ് കാര്യമായി സഹകരിച്ചു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക. ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഡോക്ടർ മാധവൻകുട്ടിക്ക് 60,413 വോട്ട് നേടാനായത് ആ സഹകരണം വ്യക്തമാക്കുന്നു. മാധവൻകുട്ടിക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ 60,000 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ലീഗിനോടാണ് എന്ന് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആദരവ് നൽകുകയാണല്ലോ, സർട്ടിഫിക്കറ്റ് നൽകുകയാണല്ലോ. നിങ്ങൾക്ക് എന്ത് ആദർശ രാഷ്ട്രീയമാണുള്ളത്? അതേ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അഹല്യ ശങ്കറിന് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് 12,488 വോട്ടാണെന്നത് ഓർക്കണം. 12,488 വോട്ട് അഹല്യ ശങ്കറിനും അവിടെ മത്സരിച്ച RSSകാരനായിരുന്ന ഡോക്ടർ മാധവൻകുട്ടിക്ക് 60,413 വോട്ടും കിട്ടിയത് ലീഗ് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു ബി ജെ പിയുടെ നേതാവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ന്യൂനപക്ഷ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് വെറുതെയല്ലേ? ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കോടിയേരിയുടെ പ്രസ്താവനയാണ്. കോടിയേരി ഇന്നും ആവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണക്കുറവ്. ഏത് ആദർശ രാഷ്ട്രീയത്തിന്റെ പുറത്താണ് ശ്രീ PJ കോടിയേരി കോൺഗ്രസ് നേതാക്കളുടെ മതം തിരയുന്നത്? അല്ല, കോടിയേരിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പേ ഇതേക്കുറിച്ചിട്ട് എന്താ ശംസുദ്ദീന് പറയാനുള്ളത്? നിങ്ങൾ 91 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സഖ്യം ഉണ്ടാക്കിയിരുന്നോ? നിങ്ങൾ നേരെ നിഷേധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ ചർച്ച നടത്തിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്താ ആദർശം വന്നതിന്? ന്യൂനപക്ഷത്തിൻ്റെ രക്ഷ എന്ന് പറയും. നിങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തും നിങ്ങൾ ചെയ്യും. അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ പണ്ട് CH മുഹമ്മദ് കോയ ലീഗിൻ്റെ മെമ്പർ സ്ഥാനം ഒഴിവാക്കിയത്. സ്പീക്കർ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ? സീതി സാഹബ് ലീഗിൻ്റെ മെമ്പറായിരുന്നു കൊണ്ട് സ്പീക്കർ സ്ഥാനം വഹിച്ചു കോൺഗ്രസിൻ്റെ ഭരണത്തിൽ 1960-ൽ. ആ സീതി സാഹബ് മരിച്ചതിനെ തുടർന്ന് CH മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണ് ശംസുദ്ദീൻ? കോൺഗ്രസിൻ്റെ ചാട്ടും ചവിട്ടും ഒക്കെ ഏറ്റിട്ടും നിങ്ങൾ
സ്പീക്കർ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ശരി, നമുക്ക് സംശയം ലീഗിന്റെ ചോദിക്കാം. അംഗത്വം രാജിവെച്ച് നമ്മൾ ഈ കോലീബി സ്പീക്കർ സഖ്യവും സ്ഥാനത്ത് വടകര ഇരുന്ന ഒരു ബേപ്പൂർ പാർട്ടിയല്ലേ സഖ്യവും ലീഗ്. ഒരുപാട് അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുകൂടി ഷംസുദ്ദീൻ ആദ്യഘട്ടത്തിലെ ചോദ്യത്തിനോട് അങ്ങ് പറഞ്ഞു പറയണം ഏത് ആദർശ രാഷ്ട്രീയത്തിന് അല്ല നമുക്ക് ചോദിക്കാം, ഹാഷ്മി, ഷംസിനോട് ചോദിക്കാം ഏത് ഹാഷ്മി അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഇപ്പൊ ഈ PMA സലാമിന്റെ ക്ലിപ്പിംഗ് ശരി അതിന്റെ തുടർച്ചയാണ്. നേരത്തെ നടത്തിയിട്ടുള്ള കച്ചവട രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. ശരി, അത് നമുക്ക് ചോദിക്കാം. പക്ഷേ ഏത് ആദർശ രാഷ്ട്രീയത്തിന്റെ പുറത്താണ് നിരന്തരം കഴിഞ്ഞ 3 ദിവസമായി മാറ്റമില്ലാതെ ആവർത്തിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ മതം തിരയുന്നത് കോടിയേരി എന്ന ചോദ്യത്തിനോട് മറുപടി ഉണ്ടോ ശ്രീ PJ? ഇന്നും എന്താ പറഞ്ഞു കോടിയേരി? തീർച്ചയായിട്ടും അത് ഞാൻ പറയാം. അതായത് കോൺഗ്രസ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വർഗീയ കാർഡാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച അവസരത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിക്കുന്നത് പോലും ഒഴിവാക്കാൻ ശ്രമിച്ചല്ലോ. പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അഡ്രസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ലീഗിൻ്റെ കൊടി വേണ്ടെന്ന് തീരുമാനിച്ചല്ലോ. ഗുലാം നബി ആസാദ് ഇന്ത്യ രാജ്യത്തിലെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു നേതാവാണല്ലോ. അദ്ദേഹത്തെ ഇപ്പോൾ മൂലക്കൊതുക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഹിന്ദുത്വ കാർഡ് ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദു രാജ്യത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, ഹിന്ദു രാജ്യം വേണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. മുസ്ലിം ലീഗ് വല്ലതും പറഞ്ഞോ അതേക്കുറിച്ചിട്ട്? ആകെ ഒരു ഗുലാം നബി ആസാദിന്റെ പ്രസ്താവനയാണ്. താല്പര്യമൊന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ മതം തിരയാൻ ആകെ ഒരു ഗുലാം നബി ആസാദിന്റെ പ്രസ്താവനയാണ് ആവർത്തിച്ച് പറയുന്നത് കോടിയേരി ഈ ദിവസങ്ങളിലൊക്കെ. പിന്നെ രാഹുൽ ഗാന്ധി ജയ്പൂരിൽ നടത്തിയ പ്രസ്താവനയും ഇതായി. ഗുലാം നബി ആസാദ് 2005 മുതൽ 2008 വരെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി, 2009 മുതൽ 2014 ഒരു ആരോഗ്യമന്ത്രി, 2014 മുതൽ 2021 വരെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനം കൊടുത്തത് ഗുലാം നബി ആസാദിനാണ്. ഗുലാം നബി ആസാദ് ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമാണ്. ശ്രീ P ജയരാജൻ, ഗുലാം നബി ആസാദിനെ കോൺഗ്രസ് നിങ്ങൾ പറയുന്ന പോലെ ഒതുക്കി തുടങ്ങിയെങ്കിൽ ഒതുക്കി തുടങ്ങിയത് മോദി സ്തുതി തുടങ്ങിയപ്പോഴാണ് ശ്രീ P ജയരാജൻ. അതല്ല അദ്ദേഹത്തിന് മതവുമായി എന്ത് ബന്ധം? തീർച്ചയായിട്ടും അതല്ല ആ മതവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇവിടെ രാജ്യത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള മൃദു സമീപനം, ആ സമീപനം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു വർഗീയതയുമായും സന്ധി ചെയ്യുന്ന പാർട്ടിയല്ല. എല്ലാ വർഗീയതയ്ക്കുമെതിരായിട്ട് ശക്തമായിട്ട് നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇല്ലല്ലോ, എല്ലാ വർഗീയതയും എതിർക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വർഗീയതയെ ന്യൂനപക്ഷങ്ങൾ ഒതുക്കുന്നു എന്ന് പറയുന്നതിൽ വസ്തുതാപരമായ അടിത്തറയുണ്ടോ PJ? അല്ല, ഉമ്മൻചാണ്ടി ഉണ്ട്, UDF കൺവീനറായ തുടരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ 3 നേതാക്കൾ ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി, AK ആന്റണി, KC വേണുഗോപാൽ. അവരുടെ ജില്ലാ പ്രസിഡന്റുമാരിൽ 14 പേരിൽ 6 പേരും ന്യൂനപക്ഷക്കാർ. നിങ്ങളുടെയോ PJ? അങ്ങനെ തിരിച്ചു ചോദിച്ചാലോ? റാങ്ക് ആൻഡ് ഫയലിൽ CPM-ന് ന്യൂനപക്ഷ തിരിച്ചു ചോദിച്ചാൽ അത് സുഖകരമായ ചോദ്യമാകുമോ? പറയാം. അല്ല കോൺഗ്രസിനകത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും അഭിപ്രായമുള്ള കാര്യമാണ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്. കാരണം ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ മൂലക്കിരുത്തിയിരിക്കുകയാണല്ലോ. അതുപോലെയുള്ള നേതാക്കന്മാരെ മൂലക്കിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അപ്പോൾ ആ കാര്യം കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമല്ലേ സഖാവ് കോടിയേരി പറഞ്ഞത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വർഗീയതക്കും എതിരായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. RSS BJP-യുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ധാരണയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുണ്ടാക്കിയവർ ഈ വലതുപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ളവരാണ്. BJP-യും അതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞല്ലോ ശബരിമല ഇഷ്യൂവിൽ ഞങ്ങൾ BJP-യുമായിട്ട് നല്ല നിലക്ക് സഹകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, VP സിംഗിന്റെ സമയത്ത് RSS നേതൃത്വമായിട്ട് പങ്കിട്ടവരല്ലേ? ഇല്ല. ഞങ്ങള് കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന ആശയപരമായ വേദി പങ്കിട്ടുവെന്നോ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നോ പറയാൻ കഴിയുമോ? കുറെ നേതാക്കളൊക്കെ പോയിട്ടുണ്ടാകും BJP-യിലേക്ക്. അതല്ലാതെ ആശയപരമായി വേദി പങ്കിട്ടുണ്ടോ BJP-യുമായോ RSS-യുമായോ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേപ്പൂർ വടകര മോഡൽ ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് അല്ലേ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രഹസ്യമായിട്ട് ചർച്ച നടത്തിയ കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമത്തിൽ വന്നല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എല്ലാം തന്നെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച ചെയ്ത് ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടാക്കി മുസ്ലിം വർഗീയതയെ കേരളത്തിൽ പ്രീണിപ്പിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ സംബന്ധിച്ച് ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ CPM ഒരിക്കലും
RSS നേതൃത്വമായിട്ടോ നിങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ ഏതാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ ആ അതിന്റെ തരത്തിൽ ഒരു അതിന്റെ യാതൊരു വോട്ട് ഉപോൽപ്പന്നമാണല്ലോ. കച്ചവടം നടത്തിയിട്ടില്ല ഈ എന്ന് ഹസൻ, ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഈ ഹസൻ അങ്ങനെ പറയാൻ അമീർ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയാൻ എന്നുള്ള- കോൺഗ്രസിന് കഴിയുമോ? ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള പ്രയോഗം അങ്ങീ പറഞ്ഞ നീക്കത്തിന്റെ ഉപോൽപ്പന്നമായിരുന്നുവല്ലോ. ഹസൻ എന്നാണല്ലോ എടുത്തു പറഞ്ഞത്, കോൺഗ്രസ് എന്നല്ലല്ലോ. അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടല്ലോ. അല്ല, അപ്പോൾ അവര് നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും അത് ഞാൻ ഹസൻ പറയാം. അമീർ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ- ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണോ? ന്യൂനപക്ഷങ്ങൾ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണോ? തരാതരം പോലെ നിലപാട് മാറ്റാമോ PJ? അതെ, തരാതരം പോലെ എല്ലാ വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന ഒരു ശക്തിയാണ് കേരളത്തിലെ UDF-ഉം BJP-യും. എല്ലാ വർഗീയതയെയും പ്രീണിപ്പിക്കുക അവർ. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന UDF ആണ്. CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ഏത് വർഗീയതയാണ് പ്രീണിപ്പിച്ചതെന്ന് പറയൂ. കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിനിധികളാണല്ലോ BJP-ക്കാർ. ആ BJP-ക്കാരെ ഞങ്ങൾ പ്രീണിപ്പിച്ചിട്ടുണ്ടോ? RSS BJP-ക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടല്ലേ CPM സ്വീകരിക്കുന്നത്? അതേസമയം CPM ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള BJP-ക്കാരെ തങ്ങളുടെ പക്ഷത്ത് ചേർക്കാനുള്ള വർഗീയ പ്രീണന നയമാണ് കേരളത്തിലെ UDF സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം വർഗീയതയെ UDF-ന്റെ പക്ഷത്ത് ചേർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചനകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രഹസ്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കി വർഗീയതയെ പീഡിപ്പിക്കുന്നത് കേരളത്തിലെ UDF ആണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് PMA സലാമിന്റെ ഈ പ്രസ്താവന, ഈ ക്ലിപ്പിംഗ്. ശരി, CS സജീവൻ, PMA സലാമിന്റെ ഈ പ്രസ്താവന വോട്ട് തേടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് വേണമെന്ന ലളിത യുക്തി കൊണ്ട് ലീഗിന് അവരുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സജീവൻ, ഇതിപ്പോൾ ഈ വിഷയമല്ലല്ലോ. ഹരിത വിഷയത്തിൽ, വക്കഫിൽ ഈ ശബ്ദരേഖ പുറത്തു വരുന്നതും അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്നാണ്. ഉസ്മാൻ ബച്ചയിൽ എന്ന പാർട്ടി പ്രവർത്തകർ സംസാരിച്ച ശബ്ദരേഖയാണ് പുറത്തു വരുന്നത്. ഇനിയും എന്തൊക്കെയോ ശബ്ദരേഖ പുറത്തു വരാനുണ്ടെന്ന് പറയുന്നു. ഇത്തരത്തിൽ ലീഗ് പോയി വീഴുന്ന കെണികൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ, ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണോ സജീവൻ? തീർച്ചയായിട്ടും PMA സലാം പറഞ്ഞ കാര്യം അത് എല്ലാ പാർട്ടിക്കാരും പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്യാറുള്ളതാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് ഏതെങ്കിലും മണ്ഡലം തോൽക്കുമെന്നുള്ള ഒരു ഭീതി ഉണ്ടെങ്കിൽ അവിടെ ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സലാം പറഞ്ഞതിൽ ഇപ്പോൾ ഇവിടെ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ അത്ര ലളിതമല്ല ഇത്. സലാം അത് എല്ലാവരുടെയും വോട്ട് വരട്ടെ എന്ന രൂപത്തിലുള്ള സംസാരമാണ് എങ്കിൽ ഞാൻ പോകാമെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന സലാം പറയാൻ പാടില്ലായിരുന്നു. സലാം പറഞ്ഞത് അതാണ്, നമ്മൾ പരമാവധി ആളുകളുടെ വോട്ട് പിടിക്കണം, അതിൽ CPM-കാരുടെയും BJP-ക്കാരുടെയും എല്ലാവരുടെയും വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല. കാരണം ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നതിന് അവരുടെ വോട്ട് പിടിക്കാറുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സലാം പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഞാൻ പോകാം, BJP-ക്കാരുടെ വോട്ട് നമുക്ക് വേണം, BJP-ക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവരോട് വോട്ട് വാങ്ങാൻ ചോദിക്കാൻ ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ് ആ കാര്യം പറയുന്നത്. സാധാരണ വേറെ വ്യക്തികളൊന്നുമല്ല, ഒരു ബൂത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ ആളല്ല പറയുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആധികാരികത ഉണ്ടാകും. BJP-ക്കാരൻ എന്ന് പറയുന്നത് BJP-ക്ക് വോട്ട് ചെയ്യുന്ന അനുഭാവിയോ അങ്ങനെയുള്ള ആൾ, അത് വോട്ടറാണ്. വോട്ടർമാർക്ക് പലപ്പോഴും രാഷ്ട്രീയം ഉണ്ടാവണമെന്നില്ല, പലപ്പോഴും അനുഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. BJP-ക്കാരൻ എന്ന് പറയുമ്പോൾ അവരുടെ അംഗത്വം, പാർട്ടി അംഗത്വം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുണ്ടെങ്കിൽ അങ്ങ് നേതാവാണ്. ഇപ്പോൾ PMA സലാമിനെ പോലെ ഒരാൾ വോട്ട് ചോദിക്കാൻ സാധാരണ അടുത്ത് പോകാമെന്ന് പറയില്ലല്ലോ, അതൊരു നേതാവിൻ്റെ അടുത്തായിരിക്കും. ആ ഒരു ഇതുണ്ട്. മാത്രമല്ല ഇവിടെ നേരത്തെ P. ജയരാജൻ പറഞ്ഞ പോലെ ഇത് താഴെ കമ്മിറ്റികളൊന്നും അറിയണമെന്നില്ല എന്ന വാക്കുകൂടി വരുമ്പോഴതിന് സീരിയസ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് ഇത് PMA സലാം പറഞ്ഞത് PMA സലാം എന്തോ ഒരു വലിയ പാതകം ചെയ്തു എന്നുള്ളതല്ല. എത്രയോ കാലമായിട്ട് ഞാൻ 10-35 വർഷമായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം ശരിക്കും ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരാൾ. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ വടകര ബേപ്പൂർ മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിച്ചതൊക്കെ അറിയാം. പിന്നെ BJP-യുടെ ഇത് ഇപ്പോഴാണ് BJP-ക്കാർ സ്വന്തം വോട്ട് പരമാവധി സമാഹരിക്കാൻ ശ്രമിക്കാറുള്ളത്. പണ്ട് BJP-യുടെ വോട്ട് വിൽപ്പന എന്ന് പറയുന്നത് നമ്മളാരും പറയണ്ടല്ലോ. PP മൂന്നിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ പരസ്യമായി പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് പണ്ട് കരുണാകരൻ മത്സരിച്ച സമയത്ത് സംഭവിച്ച കാര്യം നമുക്കറിയാറില്ല. അപ്പം ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ പരമാവധി വോട്ട് സമാഹരിക്കുന്ന രീതിയാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പോലും സലാം
പറഞ്ഞ വാക്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ടാവുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പോകാമെന്നുള്ളതും താഴേക്കിടയുള്ള ശരി, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ആലങ്കാരികമായി പറയുമ്പോൾ പോലും ആലങ്കാരികമായി നമ്മുടെ വാക്കിൽ നിന്ന് വരുന്നതൊക്കെ നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അത് ശരിയാണോ എന്ന് സലാമോ അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിന്തിക്കട്ടെ. ഞാൻ ശ്രീ നന്ദകുമാറിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം.